വർഷങ്ങളായി ഇന്ത്യക്കാരുടെ ഏറ്റവും ജനപ്രിയ കാർ മോഡലുകളിൽ ഒന്നായി തിളങ്ങി നിൽക്കുന്ന ഒരു മോഡലാണ് മാരുതി സുസുക്കി വാഗണർ. ഓരോ മാസവും കുറഞ്ഞത് 20,000 യൂണിറ്റുകളെങ്കിലും വിറ്റുപോകുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ സെയിൽസ് ചാർട്ടുകളിൽ ഒന്നാം സ്ഥാനവും വാഗണറിന് തന്നെയാണ്. ഉയർന്ന മൈലേജിനോടൊപ്പം വിശ്വസനീയമായ എഞ്ചിനും സുഖപ്രദമായ ക്യാബിനും മോഡലിനെ ഇന്ത്യക്കാർക്കിടയിൽ കൂടുതൽ ജനപ്രിയമാക്കുന്നു. ഇപ്പോഴിതാ സുസുക്കി പുതിയ തലമുറ വാഗണർ അണിയറയിൽ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. ഫുൾ ഹൈബ്രിഡ് സെറ്റപ്പുമായാണ് ഈ ഒരു മോഡൽ എത്തുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. മോഡലിന് 3395 മില്ലിമീറ്റർ നീളവും 1475 മില്ലിമീറ്റർ വീതിയും 1650 മില്ലിമീറ്റർ ഉയരവും ഉണ്ടാകും. വീൽ ബേസ് അളവ് 2460 മില്ലിമീറ്റർ ആയിരിക്കും. ഏകദേശം 850 കിലോഗ്രാം ആയിരിക്കും കാറിന്റെ ഭാരം വരുന്നത്. സുസുക്കിയുടെ സ്ട്രോങ് ഹൈബ്രിഡ് സംവിധാനമായിരിക്കും പുതുതലമുറ വാഗണറിൽ നൽകുക. 660 cc ഇൻലൈൻ 3 സിലിണ്ടർ DOHC പെട്രോൾ എഞ്ചിനാണ് ഇതിന് കരുത്ത് പകരുന്നത്. ഇത് 54 PS പവറും 58 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമായിരിക്കും. 10 PS പവറും 29 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു ഇലക്ട്രിക് മോട്ടോറും പവർ ട്രെയിൻ സെറ്റപ്പിൽ ഉണ്ടാകും. ഹൈബ്രിഡ് സജ്ജീകരണത്തിന്റെ കൂട്ടിച്ചേർക്കലല്ലാതെ മറ്റ് പരിഷ്കാരങ്ങളും കമ്പനി പുത്തൻ വാഗണറിൽ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജപ്പാനിലെ ഹൈ എൻഡ് ടോൾ ബോയ് ഹാച്ച് ബാഗുകളിൽ കാണപ്പെടുന്ന തരത്തിൽ റിയർ സ്ലൈഡിംഗ് ഡോറുകളുടെ രൂപത്തിലായിരിക്കും ഒരു അപ്ഗ്രേഡ്. നിലവിൽ സ്റ്റാൻഡേർഡ് റിയർ ഡോറുകളാണ് വാഗണറിൽ വരുന്നത്. ഇത് കാറിൽ കയറുന്നതും ലഗേജുകൾ കയറ്റുന്നതും എളുപ്പമാക്കുന്നു. ഇതിനു പുറമെ ആവശ്യാനുസരണം സീറ്റുകൾ ക്രമീകരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. നിലവിൽ ടൊയോട്ടയിൽ നിന്നുള്ള ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയാണ് മാരുതി സുസുക്കി തങ്ങളുടെ കാറുകളിൽ ഉപയോഗിക്കുന്നത്. ഇതല്പം ചെലവേറിയതാണ്. അതുകൊണ്ട് തന്നെ ഇൻഹൌസ് ആയി വികസിപ്പിക്കുന്ന മാരുതിയുടെ സീരീസ് ഹൈബ്രിഡ് ടെക് നിലവിൽ പരീക്ഷണ ഘട്ടത്തിലാണ്. താരതമ്യേന ചെലവ് കുറഞ്ഞ ഈ ഒരു ഹൈബ്രിഡ് സംവിധാനം മാരുതി വാഗണർ, സ്വിഫ്റ്റ്, ഡിസയർ, ഫ്രോങ്സ് തുടങ്ങിയ കാറുകളിൽ ഉപയോഗിക്കും. മാരുതിയുടെ ഈ ഹൈബ്രിഡ് സജ്ജീകരണം 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനുമായി വരാനും സാധ്യതയുണ്ട്. വാഗണർ പെട്രോൾ വേരിയന്റുകൾക്ക് നിലവിൽ 25.19 കിലോമീറ്റർ വരെയാണ് മൈലേജ് പറയുന്നത്. CNG വേരിയന്റിന് കിലോഗ്രാമിന് 34.05 കിലോമീറ്റർ ആണ് ക്ലെയിംഡ് മൈലേജ്. ഹൈബ്രിഡ് ടെക് ലഭിച്ചാൽ ഈ കാറിന് 30 കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാം. ഇന്ത്യയിൽ ഒരു CNG ഹൈബ്രിഡ് കാർ അവതരിപ്പിച്ചാൽ ലിറ്ററിന് 40 കിലോമീറ്റർ പോലും മൈലേജ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് 1 കിലോമീറ്റർ ഓടാൻ വെറും 2 രൂപ മാത്രമേ ചെലവ് വരികയുള്ളൂ. എന്നിരുന്നാലും മാരുതിയുടെ ഹൈബ്രിഡ് കാറുകളുടെ ലോഞ്ച് പ്രധാനമായും സർക്കാർ നയങ്ങളെ ആശ്രയിച്ചിരിക്കും. നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങളെയാണ് സർക്കാർ കൂടുതലായും പ്രോത്സാഹിപ്പിക്കുന്നത്. സർക്കാർ സ്ട്രോങ് ഹൈബ്രിഡ് കാറുകളുടെ നികുതി കുറച്ചാൽ വാഗണർ പോലുള്ള കാറുകൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്ന് മാത്രമല്ല വേഗത്തിൽ ഇവിടെ എത്തുകയും ചെയ്യും. മൈലേജും പെർഫോമൻസും മെച്ചപ്പെടുത്തുന്ന ഫുൾ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയോടെ വരുന്ന പുതിയ തലമുറ വാഗണർ ഈ വർഷം തന്നെ ജപ്പാനിൽ വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കാറിന്റെ ഇന്ത്യൻ ലോഞ്ച് സർക്കാർ നയങ്ങളെയും മാരുതി സുസുക്കിയുടെ പദ്ധതികളെയും ആശ്രയിച്ചാണ് ഉണ്ടാവുക.